നമസ്കാരം, സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഡിജിറ്റൽ സർവകലാശാലയിൽ പല പദ്ധതികൾക്കായി കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ അനുവദിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ദൂർത്തടിക്കുന്ന കണ്ട് അന്തം വിട്ട് വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള അധികൃതർ. പദ്ധതി നടപ്പിൽ പങ്കാളിയായ സ്വകാര്യ കമ്പനിക്ക് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഗവർണർക്ക് മുൻപിൽ എത്തിയിരിക്കുന്നത്. വൻകിട ഹോട്ടലുകളിൽ നിന്ന് ദിവസവും കാപ്പിയും കുടിച്ച് ബിരിയാണിയും കഴിച്ചതിന്റെ ബില്ലുകൾ ഉൾപ്പെടെയാണ് ഡിജിറ്റൽ പ്രൊജക്ടുകളുടെ പേരിൽ VCക്ക് സമർപ്പിക്കുന്നത്. പ്രൊജക്ട് എന്ന പേരിൽ എങ്ങനെയാണ് ഈ ബില്ലുകൾ പാസാക്കി വിടുന്നതെന്ന് അറിയാതെ പകച്ചു നിൽക്കുകയാണ് അധികൃതർ. ബില്ലില്ലാതെ പണം നൽകാൻ കഴിയില്ല എന്ന് അധികൃതർ കടുംപിടുത്തം പിടിച്ചതോടെയാണ് തട്ടിക്കൂട്ടിയുണ്ടാക്കിയ ഈ ബില്ലുകൾ തന്നിരിക്കുന്നത് എന്ന് സംശയിക്കുന്നു. മുഖ്യമന്ത്രി വൈസ് ചാൻസലറായ ഡിജിറ്റൽ സർവകലാശാലയുടെ VC ആയി ഡോക്ടർ സിസ തോമസ് ചുമതലയേറ്റതോടെയാണ് സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരുന്നത്. കാലാകാലമായി സർവകലാശാലയിൽ കൃത്യമായ ഓഡിറ്റിംഗ് നടത്താറില്ലെന്നും അടിയന്തരമായി ഓഡിറ്റിംഗ് വേണമെന്നും VC റിപ്പോർട്ട് നൽകിയതിനെ തുടർന്ന് ഗവർണർ രാജേന്ദ്ര അലേക്കർ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. അധ്യാപകർ സ്വന്തം പേരിൽ കമ്പനികൾ ഉണ്ടാക്കി പ്രോജക്റ്റുകളും മറ്റും നേടിയെടുത്ത് പണമുണ്ടാക്കുന്നതായും VC ചൂണ്ടിക്കാട്ടുന്നു. കൂടുതൽ അപ്ഡേറ്റിനായി കാത്തിരിക്കാം.